ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡാൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വാട്ട് യു നീഡ് ടു നോ അറ്റ് ദ മൊമെന്റ്. ഇപ്പോൾ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ അറിയേണ്ടുന്ന കാര്യം എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. നമ്പർ 1 ചൂസ് ചെയ്യുക. പൈൽ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഹോട്ടോൺ ആണ് എങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 1. അതുപോലെ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ബുറേജ് ആണെങ്കിൽ പൈൽ നമ്പർ 2. ആൻഡ് ലാസ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് കഹോജ് ആണ് എങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 3. സോ ഇതിൽ ഏത് പ്ലാന്റ് ആണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത് അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പലരും അതിന്റെ വേർഡ്സ് ബേസ് ചെയ്ത് ചൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയല്ല ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. പൈൽ നമ്പർ 1, ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടുന്ന കാര്യം എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 1, നിങ്ങൾ ഇപ്പോൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പൈൽ നമ്പർ 1 എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലാവെൻഡർ എനർജി, ഹോപ്സ്. ഓക്കെ, Datura, Asphodel, Rowan, and last വന്നിട്ട് ആൽഡർ എനർജി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ ഒരു എനർജി, ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി കുറച്ച് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വലി കണക്റ്റഡ് ആകേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടിയും നിങ്ങൾ സ്പിരിച്വലി വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു ചിന്തകളാണ് ആളുകൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ളത്. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ചിന്തകളും മറ്റു കാര്യങ്ങളും നടക്കുന്നത്. ലാവെൻഡർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വളരെ ഒരു ക്ലാസ് ഫീൽ ചെയ്യുന്ന ഒരു എനർജി, അതായത് നമ്മൾ പഴയ കാലത്ത് ക്ലിയോപാട്ര ഉപയോഗിച്ചിരുന്ന ഒരു സുഗന്ധം പരത്തുന്ന ഒരു ചെടിയാണ് ലാവെൻഡർ. നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവർക്കും. അത് ഒന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് മണത്ത് നോക്കിയാൽ തന്നെ അതിന്റെ സ്മെല്ല് വളരെ ഡിഫറെന്റ് ആൻഡ് യുണീക്കാണ്. അതേപോലെ ഹിസ്റ്റോറിക്കലായിട്ട് പറയുമ്പോൾ, ഹിസ്റ്റോറിക്കൽ എന്നുള്ളൊരു അല്ലെങ്കിൽ ഒരു മിത്തോളജിക്കലായിട്ടും നമുക്ക് കരുതാം. അതിന്റെ എവിഡൻസസ് ഉണ്ടോ എന്നറിയില്ല. പക്ഷെ മാർക്ക് ആന്റണിയെ വശീകരിക്കാൻ ക്ലിയോപാട്ര ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു ലാവെൻഡർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്താണ് പ്രയോജനം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാവെൻഡർ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് ചെടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ അലമാരയിൽ വയ്ക്കുക. നിങ്ങളുടെ അത് കവറിൽ തന്നെയാണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ളൊരു സ്മെല്ലുണ്ട്. പല 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 രീതിയിൽ അത് പല തരത്തിൽ വിൽക്കുന്നുണ്ട്. അത് വാങ്ങിക്കാനായിട്ട് ലഭിക്കാം. അല്ലെങ്കിൽ ചെടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നു എങ്കിൽ അത് വാങ്ങിക്കാം. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലാവെൻഡർ സ്പിരിറ്റ് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് നർച്ചറിങ് ആൻഡ് പ്രൊട്ടക്ഷൻ ആണ്. അത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുക. ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ സെൽഫ് കെയർ എടുക്കുക, നിങ്ങളുടെ നിങ്ങളെ കുറിച്ചിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ഒരു ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന നെഗറ്റിവിറ്റിയിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാം എന്നുള്ളത്. ഇപ്പൊ ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് ഈവൻ ആ ഒരു ഡിപ്രസീവ് ഫേസിലാണെങ്കിൽ പോലും ഒരു നല്ലൊരു ബാത്ത് എടുക്കുമ്പോൾ ആ ആങ്സൈറ്റി ഡിപ്രഷൻ ഫേസിൽ നിന്ന് നിങ്ങളെ, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജീസ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ ഒരു എനർജി സഹായിക്കുന്നു. റോമൻസിന്റെ ഇടയിൽ അവര് എല്ലാ പുതിയ പുതിയ രാജ്യങ്ങളും അവര് കീഴടക്കുമ്പോൾ ആ ഒരു രാജ്യത്തേക്ക് ഈ ഒരു ലാവെൻഡർ ആണ് എപ്പോഴും കൊണ്ടുപോയിരുന്നതെന്ന് പറയുന്നു. സോ എന്തായാലും ഈ ഒരു ചെടിക്ക് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിനും ഒരു ബന്ധമുണ്ട്. അതുപോലെ സ്പിരിച്വാലിറ്റിയുമായിട്ടുള്ള ഒരു ബന്ധവും ഇതിന് പറയുന്നുണ്ട്. ആ ഒരു എനർജി ഉള്ളത് കൊണ്ട് തന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു ലാവെൻഡർ വാങ്ങിക്കുക, ചെടി, അല്ലെങ്കിൽ അത് ഉണങ്ങിയ ഇത് വാങ്ങിച്ചാലും മതി. നിങ്ങൾ അത് നമ്മൾ ഇത് ചന്ദനത്തിരി കത്തിക്കുന്ന പോലെ കത്തിക്കാവുന്നതാണ്. കുറച്ച് കത്തിച്ച് അത്
പിന്നെ അല്ലെങ്കിൽ ഒരു നുള്ള് കത്തിക്കുന്ന എന്തെങ്കിലും കത്തിക്കുമ്പോൾ അതിലിടാവുന്നതാണ്. ആ ഒരു സ്മെല്ല് വീട്ടിനുള്ളിൽ വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കത്തിക്കുന്നുണ്ടെങ്കിൽ അത് അതിലിടാവുന്ന അതൊരു പോസിറ്റീവ് എനർജിയാണ്. അതേപോലെ വീടിനുള്ളിൽ നെഗറ്റിവിറ്റി ഒക്കെ റിലീസ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഹോപ്സ് എനർജിയാണ്. ഈ ഒരു ഹോപ്സ് എനർജി എന്ന് പറയുന്നത് സ്പീഡാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഹോപ്സിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയറി പിടിച്ച് എവിടെയാണോ ഒരു എന്താ ഒരു പിടിവള്ളി കിട്ടുന്ന അവിടെ കയറി പിടിച്ച് എങ്ങനെയും അത് ഗ്രോ ചെയ്യും. ആ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ എനർജിയിലേക്ക് വരുന്നതാണത്. അതായത് യു ഗ്രോ ഫാസ്റ്റർ. നിങ്ങൾ ഒരിടത്ത് ഒരവസരം കിട്ടിയാൽ അതിൽ പിടിച്ച് കയറിക്കോളും. പക്ഷെ അതിനനുസരിച്ച് നിങ്ങൾ ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ട്. അതാണ് അടുത്തായിട്ട് നിങ്ങളുടെ സിറ്റുവേഷനിലേക്ക് കരിയർ ബേസിൽ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് അടുത്തിടെയായിട്ട് ചിലപ്പോൾ നിങ്ങൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഉറക്കമില്ലായ്മ ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ, ഒരു പക്ഷെ അത് ജോലി സംബന്ധമായിട്ടും ആവാട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് നിങ്ങൾക്ക് ഉറക്കം തിരിച്ചു കിട്ടുന്നുണ്ടാവാം. അതേപോലെ നിങ്ങൾ ആ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് കരിയറിൽ, അതായത് വളർച്ച ഉണ്ടാകുന്നുണ്ട്. അവസരങ്ങൾ ഒത്തിരി നിങ്ങൾക്ക് ലഭിച്ചിട്ടും നിങ്ങളത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താതിരുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറ്റുകയും നിങ്ങൾ അതിൽ പിടിച്ച് കയറുകയും ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ അങ്ങനെ നിങ്ങൾ മുന്നേറാനായിട്ട് ശ്രമിക്കുകയും ജീവിതത്തിൽ അങ്ങനെ നിങ്ങൾ മുന്നേറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് അവസരങ്ങൾ എപ്പോഴും കയ്യിലേക്ക് വരില്ല. കയ്യിലെത്തുമ്പോൾ കൈപ്പിടിയിലാണ് നമ്മൾക്ക് അവസരങ്ങളെങ്കിൽ ആ അവസരങ്ങളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ തന്നെ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്ന് കൂടി പറയുന്നു. നെക്സ്റ്റ് വന്നിട്ട് ദത്തൂറ എനർജിയാണ്. സോ ഈ ഒരു എനർജി, ദത്തൂറ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ഇപ്പോൾ വിശ്വാസമില്ലാത്ത ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി ഇത് ഈ ദത്തൂരയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ പ്രണയവും സ്വപ്ന സാക്ഷാത്കാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു എനർജിയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കാർഡ് നിങ്ങളെ മുന്നോട്ടേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് ധൈര്യം തരുന്ന ഒരു എനർജിയാണ്. കാരണം ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ളൊരു വചനമാണ് നമ്മളിവിടെ കാണുക. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ആ ഒരു ദൈവിക ശക്തി, ആ ദൈവിക ശക്തി നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിനെ മനസ്സിൽ വെച്ചുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നേർവഴി അല്ല എങ്കിൽ നിങ്ങൾക്ക് വഴി തിരിച്ചു വിടാൻ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളത് നിങ്ങളെ ഗൈഡ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പല കാര്യങ്ങളിലും പല രീതിയിൽ, അതായത് ഇപ്പൊ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് പഴയ കഥ, സുന്നി ആളുകളുടെ കഥ പറയുന്നുണ്ട്. അത് പഴയ കാലത്ത് ഒരു പഴയ മെക്സിക്കോയുടെ സമയത്ത് ഉണ്ടായിരുന്ന രണ്ട് സഹോദരങ്ങൾ, അവരുടെ അതായത് മറ്റൊരു ലോകത്തിൽ നിന്ന് വന്നിട്ടുള്ള ആ സഹോദരങ്ങൾ ഈ ദത്തൂറ പൂക്കളാണ് അവരുടെ മുന്നോട്ടേക്കുള്ള പാതയിൽ ഡ്രീംസ് കണ്ടെത്താൻ, അല്ലെങ്കിൽ അവരും രണ്ടുപേരും അവരവരുടെ സ്വപ്നങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് പോകുന്ന വഴി നീളെ വിതറിയിട്ടുള്ളത് ദത്തൂറ പൂക്കളാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ സ്വപ്ന സാക്ഷാത്കാരത്തിനും ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനും ഇതിന്റെ പ്രാധാന്യം അതാണ്. നിങ്ങൾക്ക് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് ദൈവം നിങ്ങളോട് കൂടെയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സ്, പ്രപഞ്ചശക്തി നിങ്ങളോട് കൂടെയുണ്ട്. ആ പോകുന്ന വഴിയിൽ ദത്തൂറ പൂക്കൾ എങ്ങനെയാണോ വഴിതെളിച്ചു വരുന്നത് അതുപോലെ നിങ്ങൾക്കും മുന്നോട്ടേക്ക് വഴിതെളിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഷ്ഫോർഡൽ എനർജിയാണ്. ഈ ഒരു എനർജി നിങ്ങളോട്, ഈ ഒരു എനർജി ആഷ്ഫോർഡൽ എന്ന് പറയുന്നത് ഒരു നിങ്ങൾക്ക് ഈ ഒരു എനർജിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എക്സാക്ട്ലി എന്താണോ ചിന്തിക്കുന്നത് ആ ഒരു ചിന്ത, നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയാസ്, ആ ഒരു ചിന്തകൾ നിങ്ങളുടെ സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള വ്യക്തികൾ, അടുപ്പമുള്ള ആളുകൾ, അങ്ങനെയുള്ളവരോട് കാര്യങ്ങൾ പറയുന്നത് നല്ലതായിരിക്കും. സുഹൃത്തുക്കളോ മറ്റുള്ളവരോടോ ഒക്കെ വളരെ അടുപ്പമുള്ള ആളുകളായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ആസ്ഫോർഡൽ എന്ന് പറയുന്നത് അതായത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ജീവിതത്തിൽ നിങ്ങളുടെ ഐഡിയാസ്
പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തുണയാകുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തോ വളരെ അടുപ്പമുള്ള ഒരു വ്യക്തി, ഒരു വെൽവിഷർ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. പല കഥകളും ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എല്ലാത്തിനും ഡീറ്റെയിൽ ആയിട്ട് കഥകളിലേക്ക് പോകുന്നില്ല. എന്നിരുന്നാലും ഇത് സൂചിപ്പിക്കുന്നത് നൊസ്റ്റാൾജിയാണ്. അപ്പോൾ നാട് വിട്ടു പോകുന്നതിന്റെ ഒരു എനർജി ഉണ്ട്. കാരണം നാട് വിട്ടു പോകുന്നു എന്ന് പറയുമ്പോൾ വിദേശ രാജ്യത്തേക്ക് ചേക്കേറി പാർക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നു എന്നുള്ളത്. അതുപോലെ നിങ്ങളുടെ ഈ ഒരു സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പല സാഹചര്യങ്ങളെ നിങ്ങൾ മറന്നിട്ട്, അല്ലെങ്കിൽ അതൊരു നൊസ്റ്റാൾജിയായി മാറാണ്. മറന്നിട്ട് എന്നുള്ളതല്ല, അതൊരു മെമ്മറി ആയിട്ട് മാറുന്നു എന്നുള്ളൊരു കാര്യം കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്, ആ ഒരു എനർജി. അതേപോലെ നെക്സ്റ്റ് റൂവൻ എനർജിയാണ് സൂചിപ്പിക്കുന്നത്. റൂവൻ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാവും ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു സംരംഭം എന്ന് പറയുന്നത് വസ്ത്ര വ്യാപാര രംഗത്തേക്ക് ബന്ധപ്പെടുത്തിയിട്ടാവാം സൂചിപ്പിക്കുന്നത്. ഒരു ഇൻസ്പിറേഷനാണ് നിങ്ങൾക്ക് അടുത്തിടെയായിട്ട് ചില സാഹചര്യങ്ങൾ വന്നിരിക്കുന്നത്. ആ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഒരു സാഹചര്യമായിരിക്കാം. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചാൻസസ് ആണ്. ഒരു ചാൻസസ് എന്ന് പറയുമ്പോൾ അവസരങ്ങൾ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റായ സ്ഥലങ്ങളിൽ പോയിട്ട് അവസരങ്ങൾ നോക്കുന്നത് സാധ്യതകൾ കുറവാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഈ ഒരു റോവൻ ട്രീ എന്ന് പറയുന്ന ഈ ഒരു മരം എന്ന് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് കൂടിയിട്ടാണ്. അതേപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു, അത് പിന്നീട് പ്രവൃത്തിയിലേക്ക് വരുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഇതിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ച് അതിൻ്റെതായിട്ടുള്ള വഴിയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള മെസ്സേജ് കൂടിയിട്ടാണ് ഇവിടെ തരുന്നത്. അതേപോലെ തന്നെ ലാസ്റ്റ് വന്നിട്ട് ആൽഡർ എനർജിയാണ്. ആൽഡർ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇതുവരെ നിങ്ങൾക്ക് പരിചിതമല്ലാത്തൊരു മേഖലയിലേക്ക് കടക്കുന്നു. ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് പരിചയക്കുറവുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങളുടെ കഴിവും നിങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള നിങ്ങളുടെ കഴിവിലൊന്നും വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നില്ല. ആ ഒരു രീതിയിലുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ആ ഒരു രീതിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ഉത്സാഹഭരിതരാണ്. നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലയിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ലെവലിൽ അതൊരു നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനൊക്കെ നിങ്ങൾ ഒത്തിരി ശ്രമിക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യം കൂടിയിട്ട് ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇനി നമുക്ക് പൈൽ നമ്പർ 3യിലേക്ക് കിടക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. സോ ഓക്കെ, പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ പൈൽ നമ്പർ 3. സോറി, പൈൽ നമ്പർ 2. നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങളിപ്പോൾ എന്താണ് കേൾക്കേണ്ടത്, അത് ആ ഒരു മെസ്സേജസ് ആണ്. വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. ഇപ്പോൾ നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത്, ആ ഒരു മെസ്സേജാണ് പൈൽ നമ്പർ 2ന് വേണ്ടിയിട്ട് പറയുന്നത്. ഓക്കെ, പൈൽ നമ്പർ 2, Daisy, Ivy, Magnolia, Aconite, Lily of the Valley, Asphodel energies. Okay, pile number 2. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആദ്യത്തെ മെസ്സേജ് അല്ലെങ്കിൽ ആദ്യത്തെ കാർഡ് തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഡെയ്സി എനർജിയാണ്. സോ ഈ ഒരു എനർജി നിങ്ങളുടെ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഫുൾ മൂൺ എനർജീസ് ആണ്. ഫുൾ മൂൺ എനർജി എന്ന് പറയുമ്പോൾ പൂർണ്ണചന്ദ്രൻ്റെതായിട്ടുള്ള ഒരു
പോസിറ്റിവിറ്റിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. വേണ്ടാത്ത കാര്യങ്ങൾ, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങൾ ഇനി അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ്. പഴയ ഒരു നിങ്ങൾ ചില ആളുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വ്യക്തികൾ, അതായത് നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഇല്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് റീയൂണിയൻ ആഗ്രഹിക്കുന്ന ചില ബന്ധങ്ങളുണ്ടാവും. ആ ബന്ധങ്ങൾ ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ബന്ധങ്ങളായിരിക്കണമെന്നില്ല, മറിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് നഷ്ടമാകേണ്ടുന്ന ഒരു ബന്ധമായിരിക്കാം. സോ ആ ഒരു ബന്ധം നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ബന്ധത്തിൽ ഇപ്പോഴും മുന്നിൽ അതിനെ തിരിച്ചു നേടാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്നത് എന്നുള്ള ചില ബന്ധങ്ങൾ നിങ്ങൾക്കുള്ളതായിരിക്കില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതായിരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു എനർജി, ഡെയ്സി എനർജി എന്ന് പറയുന്നത് പഴയ കാലത്തെ കെൽറ്റിക് അല്ലെങ്കിൽ പേഗനിസത്തിന്റെ ഭാഗമായിട്ട് ഐറിഷ് കെൽറ്റ് ആ ഒരു സംഘത്തിൽപ്പെട്ട ആളുകൾ ചിന്തിച്ചിരുന്നത് കുട്ടികളുടെ ആത്മാവാണ്. കുട്ടി മരിച്ചുപോയിട്ടുള്ള, തീരെ നന്നേ ചെറുപ്പത്തിൽ പ്രീമെച്യൂറായിട്ട് മരിച്ചുപോയിട്ടുള്ള കുട്ടികളുടെ സ്പിരിറ്റ്സ് ആണ് ഈ ഒരു ഡെയ്സി ഫ്ലവേഴ്സ് എന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു പൂക്കള് ഗ്രീഫാണ് സൂചിപ്പിക്കുന്നത്. ഗ്രീവിങ് ലോസ് ആണ്. ഗ്രീവിങ് ലോസ്, ദാറ്റ് ഇസ്, അതായത് ഒരു റിലേഷൻഷിപ്പ് ആവാം, അതൊരു സാഹചര്യമാവാം, എന്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും, അതായത് ഗ്രീഫ് എന്ന് പറയുമ്പോൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് സങ്കടപ്പെടുക എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളൊരു എനർജിയാണ്. കാരണം ഇവിടെ എല്ലാവർക്കും ആയിരിക്കണമെന്നില്ല, ഇത് ചില ആളുകളിലും. ഇവിടെ പറയുന്നത് നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരു പക്ഷേ ആ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു ബന്ധമായിരിക്കും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറെ പരിശ്രമിക്കുന്നു. ഒരു പക്ഷെ ചില ബന്ധങ്ങൾ ഇറ്റ് വാസ് നോട്ട് മെൻ ടു ബി എന്നുള്ള ഒരു എനർജിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുമിച്ചുള്ള ഒരു എനർജി അല്ല നിങ്ങളിൽ. ആ ഒരു എനർജി തമ്മിൽ വേർപിരിഞ്ഞു പോകുമ്പോൾ ആ ഒരു ബന്ധത്തിൽ വീണ്ടും അതിനെ മുന്നോട്ടേക്ക് എങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റൂ എന്ന് പറയുന്ന ചില സിറ്റുവേഷൻസ് ചില ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടാത്തത് എന്നുള്ളൊരു എനർജി, ആ ഒരു യൂണിവേഴ്സിന് അതിൻ്റെതായിട്ടുള്ള ഉത്തരങ്ങളുണ്ട്. കൂടുതലായിട്ട് അതിലേക്ക് ചെകഞ്ഞു പോകുന്നതിൽ തെറ്റൊന്നുമില്ല. നിങ്ങൾക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അഫോർഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ പല പല കാരണങ്ങൾ ഉണ്ടാവാം. അത് മനസ്സിലാക്കാനുള്ള ഒരു സ്പിരിച്വൽ ഇന്റലിജൻസ് നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ബന്ധം അവസാനിക്കുന്ന, ബന്ധം തിരിച്ചു വീണ്ടും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ലൈക്ക് ഡെയ്സി ഫ്ലവേഴ്സ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മരിച്ചുപോയിട്ടുള്ള ആ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമം നടത്തുന്ന പോലെ ഒരു നെഗറ്റീവ് ഇതാണ്. വൺസ് ഗോൺ ഇസ് ഗോൺ എന്നുള്ള എനർജി. പിന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന കർമ്മം ഗ്രീവിംഗ് ആണ് പിന്നെ ചെയ്യേണ്ടത്. ആ ഒരു ഇതിൽ നിന്ന് മാറി, ആ ഒരു കർമ്മത്തിൽ നിന്ന് മാറി വീണ്ടും ഒത്തിരി കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ളതല്ല എന്നുള്ളൊരു മെസ്സേജാണ് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് IV എനർജിയാണ്. സോ IV എനർജി എന്ന് പറയുമ്പോൾ നത്തിങ് ക്യാൻ സ്റ്റോപ്പ് യു എനർജിയാണ്. അപ്പൊ ഈ ഒരു നത്തിങ് ക്യാൻ സ്റ്റോപ്പ് യു എനർജി എന്ന് പറയുമ്പോൾ ഒന്നിനും നിങ്ങളെ തടുക്കാനാവില്ല. നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ആഗ്രഹ സബലീകരണത്തിന്. ആഗ്രഹ സബലീകരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ റിയൂണിയൻ ആണ്. നമ്മൾ ചില ആഗ്രഹങ്ങൾ നമ്മൾ പറയും അത്യാഗ്രഹങ്ങളാണെന്ന് പറയുന്ന പോലെ, ഇവിടെ പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾക്ക് അറിയാൻ നടക്കില്ല, അല്ല അത് അനുവദനീയമല്ല നിങ്ങൾക്ക് എന്നുള്ളത്. അപ്പോ നമ്മളിപ്പോ പഴയ കഥകളിലേക്ക് പോവുകയാണെങ്കിൽ, ആദവും ഹവ്വയുടെ കഥയെ പറയുകയാണെങ്കിൽ, എന്താണ് ദൈവം വളരെ സുന്ദരമായിട്ടുള്ള ഒരു ജീവിതമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഒരു പഴം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം കഴിക്കാം എന്നുള്ള ഒരു രീതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ സുന്ദരമായിട്ടുള്ള ജീവിതം, ഭക്ഷണം പാചകം ചെയ്യേണ്ട, അല്ലെങ്കിൽ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട സുഖസുന്ദരമായിട്ടുള്ള ഒരു ജീവിതം. പക്ഷെ അപ്പോഴും വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നിന്റെ പുറകെ പോകുന്ന ഒരു കാര്യം, അതാണ് ഇവിടെ പറയാനുള്ളത്. ആ ഒന്ന് മാറ്റി വെച്ചിരിക്കുന്ന അരുത് എന്ന് പറഞ്ഞ ആ കാര്യത്തിലേക്ക് പോകാതിരിക്കുക. ബാക്കി ഇഷ്ടംപോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്, ബാക്കി ഒത്തിരി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒത്തിരിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു എനർജിയാണ്. മറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെയാണ് ഉള്ളത്. ജീവിതത്തിന്റെ മുമ്പിൽ ചില സമയങ്ങളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്ലോക്കാണ്. ആ ഒരു ബ്ലോക്ക് ദാറ്റ് നിങ്ങളെ മുന്നോട്ടേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്ലോക്ക് ആയിരിക്കും. സോ ആ ഒരു സമയത്ത്
ലെറ്റ് ഗോ ചെയ്യാം, മുന്നോട്ടേക്ക് ലെറ്റ് ഗോ ചെയ്തിട്ട് മറ്റൊരു വഴി തരാം. അതായത് നിങ്ങളുടെ ജീവിതം അവസാനിച്ചു എന്നുള്ളതല്ല അതിനർത്ഥം. വിട്ട് കളഞ്ഞിട്ട് പുതിയൊരു പാതയിലൂടെ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആ ഒരു ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക, ഡിറ്റർമൈൻഡ് ആയിട്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ പാതയിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് കൂടി ഇതിവിടെ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വന്നിട്ട് മഗ്നോളിയ എനർജിയാണ്. വളരെ ബ്യൂട്ടിഫുൾ എനർജിയാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് വിവാഹമാണ്. അപ്പോൾ വിവാഹത്തിനുള്ളൊരു അവസരവും സാധ്യതയൊക്കെ ഒത്തുവരുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ ഒരു അടുത്ത സമയത്ത് തന്നെ കേൾക്കുന്ന വാക്ക് കൺഗ്രാജുലേഷൻസ്, ഹാപ്പി മാരീഡ് ലൈഫ്, ഇങ്ങനെയുള്ള വാചകങ്ങൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നു. അതായത് നിങ്ങളുടെ മാരേജ് ഫിക്സ് ആവുന്നു, അതുപോലുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ മഗ്നോളിയ സ്പിരിറ്റ്, മഗ്നോളിയ എന്ന് പറയുന്ന വർഷങ്ങളായിട്ട് നമ്മൾ ഏറ്റവും ഒരു ഫോസിൽ ട്രീ എന്നാണ് നമ്മൾ പറയാ. കാരണം കാലങ്ങൾക്ക് മുമ്പേ ഉണ്ടായിട്ടുള്ള ഒരു വൃക്ഷമാണ് ഈ ഒരു, അല്ലെങ്കിൽ ഒരു ചെടിയാണ്. 100 മില്യൺ വർഷങ്ങൾക്കൊക്കെ മുമ്പ് എന്നുള്ള രീതിയിൽ പറയുന്നു. പ്രാക്ടിക്കലി അതിന് ഒരു മാറ്റവും വരാതെ ഉള്ള, അതായത് പല ജീവജന്തുക്കളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, മഗ്നോളിയയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. അതെന്ന് 100 മില്യൺ വർഷങ്ങൾക്കൊക്കെ മുമ്പ് എങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെ തന്നെയാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഡിഗ്നിറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും നിങ്ങളെ അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ എല്ലാവരും, ചില ആളുകൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് എല്ലാവർക്കും നിങ്ങളെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ലെവൽ വളരെ ഹയർ ആണ്. അതിനർത്ഥം എല്ലാ ആളുകളും നിങ്ങളെ മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ നിങ്ങളുടെ ലെവലും നിങ്ങളുടെ ചിന്താഗതിയും നിങ്ങളുടെ ആ ഒരു ഹയർ ലെവലിലുള്ള എനർജീസും ഹയർ വൈബ്രേഷനും മനസ്സിലാക്കുന്ന ഒരു വ്യക്തി വരുന്നുണ്ട്. ആ വ്യക്തിയാണ് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം യു ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ എനർജിയാണ്. അപ്പോൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അക്കനൈറ്റ് എനർജിയാണ് അവിടെ. സോ ചില സിറ്റുവേഷനിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന് ഉത്തരം ഉണ്ടാവില്ല. കാരണം അവിടെ ഒരു യെസ് ഓ നോ എന്ന് പറയുന്ന ഒരു കറക്റ്റ് സിറ്റുവേഷൻ ഇല്ല. മറിച്ച് അവിടെ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീരുമാനിക്കാതെ യെസിന്റെയും നോന്റെയും ഇടയിലുള്ള ഒരു ഗ്രേ ലൈനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതേപോലെ പഴയൊരു എനർജി, നിങ്ങളുടെ ഉള്ളിലുള്ളൊരു നെഗറ്റീവ് എനർജി ഉണ്ട്, അത് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അത് റിലീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റുന്നു എന്നുള്ളത്. ആ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലും നിങ്ങളെ മുന്നേറാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു അക്കനൈറ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങളെ അതിജീവനത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുക. ഈ ഒരു അതിജീവനത്തിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് അവസരങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്, മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ട്. കുറച്ചും കൂടി നിങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ വിവേകശാലിയും ബുദ്ധിശാലിയുമാകുന്നുണ്ട് എന്നുള്ളതാണ്. അക്യോനൈറ്റ് എന്ന് പറഞ്ഞ ഒരു സ്കോളർ പ്ലാന്റ് ആണ്. സ്കോളർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സ്കോളർ നമ്മൾ പറയുന്നത് വളരെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം, അക്കാഡമിക്കലി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ എനർജിയാണ് എപ്പോഴും ജ്ഞാനം നേടാനായിട്ട്, വിസ്റ്റം, നോളജ് നേടുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും തയ്യാറായിരിക്കുന്ന ഒരു എനർജിയാണ്. അതായത് ഈ ഒരു കഥകളിൽ പറയുന്ന പോലെ ഒരു ആർക്കെയിനെ ഒരു സ്പൈഡറായിട്ട് മാറ്റിയതും, അതേപോലെ ആദ്യത്തെ വെയർവൂൾഫിന്റെ എനർജിയും വെയർവൂൾഫ് ട്രാൻസ്ഫോർമേഷന്റെ എനർജിയും, അങ്ങനെ സ്വന്തം കഴിവ് കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം ജ്ഞാനം കൊണ്ടിട്ട് ഒരു മെയ്ഡനെ സ്പൈഡറാക്കി മാറ്റി, അതേപോലെ ആദ്യത്തെ വെയർവൂൾഫ് ട്രാൻസ്ഫോർമേഷൻ, ഇങ്ങനെയുള്ള കഥകളാണ് മിത്ത്. ഇങ്ങനെയുള്ള കഥകളൊക്കെ പറയുന്നത്, അതായത് നിങ്ങളുടെ വിസ്റ്റം കൊണ്ട് നിങ്ങൾക്ക് എന്തും സൃഷ്ടിക്കാം, നിങ്ങളുടെ കഴിവ് കൊണ്ട്, നോളേജ് കൊണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് ദുരുപയോഗം ചെയ്യരുത് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ലിലിയോഫാലി എനർജിയാണ്.
കാരണം വിസ്ഡം, കഴിവുകൾ, ജ്ഞാനം, നോളേജ് ഇതൊക്കെ നിങ്ങളുടെ കഴിവുകളാണ്. അത് നല്ല രീതിയിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം അത് ഏത് രീതിയിൽ ഉപയോഗിക്കാം, നല്ലതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ലിലി ഓഫ് ദ വാലി എനർജി എന്ന് പറഞ്ഞ പ്യൂരിറ്റിയാണ്, സ്പിരിച്വാലിറ്റിയാണ്. സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുക ഏതൊരു സാഹചര്യത്തിലും എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ പറയാം പ്രപഞ്ച ശക്തിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് ഏസ് ഓഫ് കപ്സ് എനർജി കണക്ഷൻ വരുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് എനർജി അറിയാൻ നമുക്ക് പ്രണയമാണ്, സ്നേഹം, പുതിയൊരു സ്നേഹം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് കൂടി ആണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു കഥയിൽ പറയുന്ന പോലെ സ്വന്തം പ്രണയം തുറന്നു പറയാൻ മറന്നുപോയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഭയപ്പെട്ടിട്ടില്ല, അതായത് ആവശ്യത്തിൽ കവിഞ്ഞ നാണം മനുഷ്യന് നല്ലതല്ല എന്നുള്ളതാണ് ലിലി ഓഫ് വാലിയുടെ എനർജിയിൽ പറയുന്നത്. സ്വന്തം പ്രണയം തുറന്നു പറയാതെ പോയിട്ട് അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു എനർജി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിസർവേഷൻസ് ഉണ്ടാവും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ചില ആളുകൾ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയാം. പല കാരണങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾ ചെയ്യാതെയും പറയാതെയും കാര്യങ്ങൾ നീട്ടിവെച്ചാൽ പിന്നീട് ഒരിക്കലും പറയാതെ ആയി പോകുന്നുണ്ടാവും. ഇത് പ്രണയത്തെക്കുറിച്ചാവാം, മറ്റെന്തെങ്കിലും സാഹചര്യമാവും, ജോലി സംബന്ധമായിട്ട് ചോദിക്കേണ്ടത് ചോദിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ കിട്ടിയാലും ഇല്ലെങ്കിലും ചോദിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇതിവിടെ തരുന്നത്. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് എനർജി വരുന്നത് അസ്ഫിഡൈൽ എനർജിയാണ്. അസ്ഫിഡൈൽ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ, കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടോ, കാരണം നിങ്ങൾക്ക് വേണ്ടത്ര ഒരു അപ്രീസിയേഷൻ ലഭിക്കുന്നില്ല ലൈഫിൽ എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകളുമായിട്ട് സംഘം ചേർന്ന് നിൽക്കാതിരിക്കുക, കാരണം നിങ്ങളെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നിടത്തേക്ക് പോവുക എന്നുള്ളതാണ്. അസ്ഫിഡൈൽ എനർജി എന്ന് പറയുന്നത് നമ്മളെ മറ്റുള്ളവരെ പോലെ ആക്കാനായിട്ട് ശ്രമിക്കുന്നു, അവരെ പോലെ ആകാതിരിക്കുക. നിങ്ങൾ എന്ന് പറയുന്ന നിങ്ങൾക്ക് ഒരു വ്യക്തിത്വമുണ്ട്, ആ ഒരു വ്യക്തിത്വത്തിനനുസരിച്ചിട്ട് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യുക. അല്ലാതെ മറ്റുള്ളവർ നിങ്ങളെ കണക്കാക്കുന്നില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കേണ്ട ആളായിരിക്കില്ല, നിങ്ങൾ നിൽക്കുന്നത് റോങ് പ്ലേസിലായിരിക്കും, അവിടെ നിന്ന് മാറുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ് ഇതിവിടെ തരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമുക്ക് ഫയൽ നമ്പർ 3 പോകാം. ഫയൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഫയൽ നമ്പർ 3. ഇനി നിങ്ങൾ കേൾക്കേണ്ടുന്ന സന്ദേശം എന്താണ്? ഇപ്പോൾ നിങ്ങൾ കേൾക്കേണ്ടുന്ന മെസ്സേജ്, സന്ദേശങ്ങൾ ഇപ്പോൾ എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത്? വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. ഫയൽ നമ്പർ 3. ഓക്കെ, ഫയൽ നമ്പർ തുലിപ്പ് എനർജിയാണ്. ബ്രാംപിൾ, അതേപോലെ വിലോ, സിക്കിൾ, തിസ്റ്റിൽ എനർജിയാണ്. ആൻഡ് ലാസ്റ്റ് റോവൻ എനർജി. സോ പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസിലേക്ക് നമുക്ക് പോകാം. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കാർഡ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് തുലിപ്പ് എനർജിയാണ്. സോ ഈ ഒരു എനർജി തുലിപ്പ് നമുക്കറിയാം അതായത് സ്പ്രിങ്ങിൽ വരുന്ന ആദ്യത്തെ ചെടികൾ, അതായത് നമ്മുടെ നാട്ടിലെ ഒരു ഇതല്ല, വിന്റർ കാലഘട്ടം. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ വിന്റർ കഴിഞ്ഞ് ആദ്യം കിളിർക്കുന്ന പുഷ്പങ്ങളിൽ അല്ലെങ്കിൽ ചെടികളിൽ, പൂക്കളിൽ ഒന്നാണ് തുലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ജീവിതമാണ്, ക്രിയേറ്റിവിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ജീവന്റെ ഒരു പുതിയ തുടിപ്പാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത് അവര് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു കാര്യമല്ല, പെട്ടെന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്.
വളരെ ഹിസ്റ്റോറിക്കലായിട്ട് പറയാം, ഒത്തിരി ഒരു കാലത്ത് നമുക്കറിയാം ഇപ്പോഴും നെതർലാൻഡ്സിൽ തുലിപ് ഗാർഡൻസ് പല ചിത്രങ്ങളിലും ബോളിവുഡ് സിനിമകളിലും വന്നിട്ടുള്ളതാണ്. പലരും ഇപ്പോഴും സഞ്ചരിച്ച് യാത്ര ചെയ്യുന്നതാണ് പൂക്കളുടെ ഗാർഡൻ കാണുന്നതിന് വേണ്ടിയിട്ട്. കേക്കനോഫ് വളരെ ഫേമസ് ആയിട്ടുള്ള ഇടം. അതേപോലെ ഈ ഒരു പ്ലാന്റിന്റെ എനർജി എന്ന് പറയുന്നത്, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഡോണ്ട് ബി അഫ്രെയ്ഡ്. നിങ്ങളുടെ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ, ഈ ലോകത്തിൽ നിങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഭയപ്പെടാതിരിക്കുക. നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ലോകത്തിൽ ഉണ്ടായിരുന്നു എന്നൊരു കാലത്ത് മനസ്സിലാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വിട്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളൊരു മെസ്സേജാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ അതായിട്ട് ജീവിക്കുക കുറഞ്ഞ പക്ഷം. കാരണം ഇവിടെ നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് വലിയ വലിയ എഫേർട്ട് എടുക്കേണ്ടുന്ന കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എന്താണോ അതായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്, എക്സ്പ്രസ് ചെയ്യുക നിങ്ങളെ. ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ വാട്ട് യു വോണ്ട് ടു ബി, നിങ്ങളുടെ ലൈഫ് എന്താകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതായി തീരാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ അവസരം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് തിരക്കുകളാണ്, ചില ആളുകൾ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോൾ ഇപ്പോൾ കുറച്ച് തിരക്കാണ്, അതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് പറയാം. അപ്പൊ അങ്ങനത്തെ എനർജി മാറ്റിവെക്കലുകൾ ഉണ്ടാവും. ചില ആളുകൾ പ്രയോറിറ്റൈസ് ചെയ്യും, പക്ഷെ ചില ആളുകൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ഇവിടെ ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവർക്ക് ജോലി തിരക്കാണ്. ഇപ്പൊ പല ആളുകളും പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ഒത്തിരി തിരക്കായതുകൊണ്ട് എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ് എടുത്തതിന് തിരക്കായതുകൊണ്ട് വരാൻ പറ്റിയില്ല. പക്ഷെ അത് അവർ പറയുന്നത് ആ അപ്പോയിന്റ്മെന്റ് ഡേറ്റ് കഴിഞ്ഞിട്ടായിരിക്കും. നിങ്ങൾ അതിനു വേണ്ടി സമയം ചെലവഴിച്ച് ടൈം എടുത്തതിനു ശേഷം പിറ്റേ ദിവസം വന്നിട്ട് എനിക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അത് അവർക്ക് നേരത്തെ അറിയാവുന്നതാണ്. അപ്പോൾ നേരത്തെ വിളിച്ചു പറയുക എന്നുള്ളൊരു ഒരു മാനുഷിക പരിഗണന, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ഒരു കൾച്ചറൽ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ചിന്താധാരയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെവലിലേക്ക് പോകുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സമയത്തിന് വാല്യൂ കൽപ്പിക്കാത്ത അങ്ങനെയുള്ള ആളുകളും അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു നമ്മൾ ചില ചാണക്യ തന്ത്രങ്ങൾ അടുത്തിടയ്ക്ക് യൂട്യൂബിൽ പലയിടത്തും വരാറുണ്ട്. അതായത് ക്ഷമ അർഹിക്കാത്തവർക്ക് അല്ലെങ്കിൽ മാനുഷിക പരിഗണനയെങ്കിലും അർഹിക്കാത്തവർക്ക് അത് കൊടുക്കാതിരിക്കുക. അത് കൊടുക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് ദൈവമായിട്ട് അത് അർഹിക്കാത്തവർക്ക് നൽകിയിട്ടുള്ള ഒരു കൊടുക്കാതിരിക്കുന്ന കാര്യങ്ങൾ നമ്മളായിട്ട് കൊടുത്തുകൊണ്ട് ദൈവനിന്ദ അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് കർമ്മങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളൊരു എനർജിയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു കാര്യത്തിൽ ഒരു ഡിസിപ്ലിനും ഇതോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ള. ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പല സാഹചര്യങ്ങളും നാട്ടിലെ ബിസിനസ് ചെയ്യുന്നതിന്റെ ഒരു എനർജീസ് പലരും ബന്ധങ്ങൾ വെച്ചിട്ടാണ് അത് മുന്നോട്ടേക്ക് പോകുന്നത്. ബന്ധങ്ങളില്ലാതെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത്. കാരണം ബന്ധങ്ങളിലൂടെയാണ് എല്ലാം. ബന്ധങ്ങളിൽ വന്നിട്ട് ഇന്നലെ തിരക്കായിരുന്നു കേട്ടോ, ഇന്ന് ആ ഒരു രീതിയിൽ പല കാര്യങ്ങൾ നടത്തുന്നത്. അതായത് ഒരു പ്രോപ്പർ ഡിസിപ്ലിൻ ഇല്ലാതെ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് മുന്നോട്ടേക്ക് പോകുന്ന തരത്തിലാണ് പല കാര്യങ്ങളും കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് വളരെ അരോചകമായിട്ട് തുടങ്ങി. ചിലപ്പോൾ നിങ്ങൾ ചില ആളുകൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, നിർത്തിയതിന്റെ കാരണവും ഇതായിരിക്കും. അപ്പോൾ ആ ഒരു എനർജിന്ന് പുറത്തു കടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏത് തരത്തിലുള്ള ബിസിനസ്സിലേക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബിസിനസ്സും അതേസമയം ഇങ്ങനെയുള്ള കാര്യങ്ങളില്ലാതെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്ന ലെവൽ, അതേപോലത്തെ ഒരു ബിസിനസ് എവിടെയാണ്, എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം നാട്ടിലല്ല എങ്കിൽ വേറൊരിടത്ത് അത് നടക്കുന്ന കാര്യമായിരിക്കാം. പക്ഷെ നാട്ടിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക. സ്റ്റാൻഡ് ഫോർ യുവർ സെൽഫ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ് ചുരുക്കം പറയുന്നത്. കാരണം ഈ ഒരു എനർജീസ് ഒക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ ബ്രാമ്പിൾ എനർജിയാണ്. ബ്രാമ്പിൾ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളില് പല കാര്യങ്ങളിലും മാറ്റങ്ങൾ, അതായത് മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് എന്നുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ നിയോഗം എന്താണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. ആ ഒരു എനർജിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് പല കാര്യങ്ങളിലും പ്രിപ്പയർ ചെയ്ത് വരുന്നില്ല, മറിച്ച് നിങ്ങൾ എല്ലാം അപ്പോൾ എന്താണോ കാണുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവാം എന്നുള്ളൊരു ചിന്തയിലേക്കാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.
കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ട്, അതിൽ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ശ്രദ്ധിക്കാതെ വിടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നീട് പ്രശ്നങ്ങളായേക്കാം. അപ്പോൾ എന്താണ്, എവിടെയാണ് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ദൈവികമായിട്ടുള്ളൊരു സംരക്ഷണ വലയം നിങ്ങൾക്ക് ചുറ്റുമുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിലൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷെ അതിനർത്ഥം നിങ്ങൾ തീരെ ശ്രദ്ധിക്കാതെ കെയർലെസ് ആയിട്ട് നടക്കണം എന്നുള്ളതല്ല. ഒരു പരിധി വരെയാണ് നിങ്ങൾക്ക് ആ ഒരു സംരക്ഷണം ഉണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, ഒരു കർമ്മയുണ്ട്, അത് അർഹിക്കുന്നവർക്കാണ് അതിന്റെ കർമ്മ ലഭിക്കുന്നത്. ഒരു കാലം വരെ അത് ലഭിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അത് അർഹിക്കുന്നതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ ആ ഒരു കർമ്മം നിങ്ങൾക്ക് എപ്പോഴും ലഭിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങളൊരു സേഫർ സൈഡിലായിരിക്കും, സേഫർ സോണിലായിരിക്കും, സേഫർ ആയിട്ടുള്ള വേൾഡിൽ ഒരു ഭാഗത്തായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് തന്നെ പ്രൊട്ടക്ട് ചെയ്യാനൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ആ ഒരു എനർജി വളരെ നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് വന്നേക്കാം. നെഗറ്റീവ് കർമ്മ എന്നുള്ളതാണ്. വില്ലോ എനർജിയാണ്. അപ്പോൾ വില്ലോ എനർജി എങ്ങനെയാണോ അതുപോലെ, അതായത് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടടുത്ത് റെസ്പെക്ട് ചെയ്യേണ്ട പവറിനെ റെസ്പെക്ട് ചെയ്യാം. ആ ഒരു പ്രപഞ്ചശക്തി, ആ യൂണിവേഴ്സിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ റെസ്പെക്ട് ചെയ്യേണ്ടടുത്ത് നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളെ റെസ്പെക്ട് ചെയ്യേണ്ടവിടത്ത് നിങ്ങൾ റെസ്പെക്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അത് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വില്ലോ എന്ന് പറയുന്ന ഒരു മരം, പല മരങ്ങളും കാറ്റത്ത് നിലം പതിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു മരം ഒരിക്കലും അങ്ങനെ സംഭവിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കാറ്റിനെ മാനിക്കുന്നു. ആ കാറ്റ് വരുമ്പോൾ അത് മണ്ണിൽ വന്നിട്ട് അതിന്റെ ചില്ലകൾ മണ്ണിൽ വരെ വന്ന് മുട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് വളയാണ്, അത് വളഞ്ഞു കൊടുക്കുകയാണ്. വളഞ്ഞു കൊടുക്കാതെ നേരെ നിൽക്കുന്ന മരങ്ങൾ ഒടിച്ചിട്ടിട്ട് അത്രയും ശക്തമായിട്ടുള്ള കാറ്റ് പോകും. പക്ഷെ ഈ ഒരു മരം അതിന് വളഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിനെ റെസ്പെക്ട് ചെയ്ത് വണങ്ങുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അത് ഫ്ലെക്സിബിൾ ആണ്. വേണ്ടിടത്ത് റെസ്പെക്ട് ചെയ്യേണ്ടതിനെ റെസ്പെക്ട് ചെയ്യുക. പവറിനെ, അതോറിറ്റിയും പലതിനെയും റെസ്പെക്ട് ചെയ്യേണ്ട സാഹചര്യത്തിൽ റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും അതിന് നിലം പതിക്കേണ്ട സിറ്റുവേഷനിലേക്ക് വരുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കഴിവുണ്ട്. നിങ്ങളുടെ ചിന്തകൾ അനാവശ്യമായിട്ട് മനസ്സിൽ കയറ്റി വെക്കാതിരിക്കാം. ടു മച്ച് തോട്ട്സ് ആണ് ഇവിടെ. അനാവശ്യ ചിന്തകൾ മാറ്റി വെച്ചിട്ട് എവിടെയാണോ കീഴടങ്ങേണ്ടത് അവിടെ കീഴടങ്ങും. എവിടെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളേണ്ടത് അതിന് വേണ്ടിയിട്ട് നിലകൊള്ളുകയും ചെയ്യും. നമ്മൾ പവർ അല്ലെങ്കിൽ ചില ആളുകൾ അതേപോലത്തെ സ്ഥാനത്തിരിക്കുന്നവരുടെ അടുത്ത് വഴക്കിന് പോയിട്ട് കാര്യമില്ല. പക്ഷെ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ആത്മാഭിമാനം പണയം വെക്കുക എന്നുള്ളതല്ല. ഒരു ലെവലിൽ റെസ്പെക്ട് ചെയ്യേണ്ടടുത്ത് റെസ്പെക്ട് ചെയ്യുക തന്നെ വേണം എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട്. അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് സിക്കിൾ എനർജിയാണ്. സോ സിക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, കളയേണ്ടത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ വെട്ടിക്കളയുന്നതിനാണ് നമ്മൾ അരിവാൾ ഉപയോഗിക്കുന്നത്. അരിവാൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാം. സോ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഫൈനൽ എൻഡിങ് ആണ്, ഫൈനാലിറ്റി, എൻഡിങ്, അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടാതെ ബാണക്കെട്ടുകളായിട്ട്, പ്രാരബ്ധക്കെട്ടുകളായിട്ട് കൊണ്ടു നടന്നിരുന്ന ചിന്തകള്, വികാരങ്ങള്, ചില ആളുകളും അവരെയൊക്കെ അരിഞ്ഞു തള്ളുക എന്നുള്ളതാണ്. അരിഞ്ഞു തള്ളുക എന്ന് ഉദ്ദേശിക്കുന്നത് അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വെട്ടി മാറ്റുക എന്നുള്ളതാണ്. അതിനർത്ഥം അവരോട് എന്തെങ്കിലും ഒരു വിരോധം മനസ്സിലുണ്ടാകണം എന്നല്ല. അതിന് ഇത്രയേ ഉള്ളൂ അർത്ഥം. നിങ്ങൾ ഇതുവരെ ആ വ്യക്തികൾ ബന്ധുക്കളാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആണ് എന്ന് വിചാരിച്ചിട്ട് അവരായിട്ട് പിന്നെയും ബന്ധം നിലനിർത്തി പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുമായിട്ട് ബന്ധം നിലനിർത്തേണ്ടുന്ന ആവശ്യമില്ല എന്നുള്ളത്. അതിനർത്ഥം അവർ വഴിയിൽ വെച്ച് കാണുമ്പോൾ ഹായ് ഹലോ പറയണ്ട എന്നുള്ളതൊന്നുമല്ല. വഴിയിലൊക്കെ വെച്ച് കാണുകയാണെങ്കിൽ ഹായും ഹലോ ഒക്കെ പറയാം. പക്ഷെ നിങ്ങളുടെ നല്ലൊരു സാഹചര്യം, നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ചില ആളുകൾ പറയും വളരെ ശത്രുതയുള്ള ബന്ധുക്കളായിരിക്കും. നിങ്ങൾക്കറിയാം അവർ നൽകുന്ന നെഗറ്റീവ് എനർജിയാണെന്ന്. പക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ്സ് എന്തെങ്കിലും വീട്ടിൽ സിറ്റുവേഷൻസ് വരുമ്പോൾ അവരെ വിളിക്കും. കാരണം അവർ നിങ്ങളുടെ ബന്ധുക്കളാണ്. അപ്പോൾ ബന്ധുക്കളെ വിളിച്ചില്ലെങ്കിൽ അവരെന്ത് പറയും, നാട്ടിലെന്ത് പറഞ്ഞ് പരത്തും, ഇതൊക്കെ വിചാരിച്ചിട്ട് അവരെയും വിളിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയൊരു വീട് വാങ്ങിച്ചു, അപ്പോൾ ഐശ്വര്യമായിട്ട് ചിലപ്പോൾ ആ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളുടെ സഹോദരങ്ങളായിരിക്കാം. ആരെങ്കിലും ആ വീടിനകത്തേക്ക് കയറുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ താമസിക്കുന്ന ഒരു വീടാണ്. ആ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വിവാഹത്തിന് പണ്ട് കാലത്ത് പറയും, വിവാഹത്തിന്റെ സമയത്ത് അമ്മായി ആണ് സ്ത്രീകളെ പിടിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ പറയുന്ന അമ്മായി നിങ്ങളുമായിട്ട് നല്ല ബന്ധത്തിലല്ല, അവർ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവര് നിങ്ങളെ മണ്ഡപത്തിൽ കൊണ്ടുവന്നിട്ട് കൈ പിടിച്ച് കൊടുക്കുകയാണ് എങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, എന്ത് ചിന്തിച്ചുകൊണ്ടായിരിക്കും അവരുടെ നിങ്ങൾ കൈപിടിച്ച് അവരെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരാം. അവരൊരിക്കലും പോസിറ്റീവായിട്ട് ചിന്തിക്കില്ല. കാരണം വഴക്കാണ്. അപ്പോൾ
നിങ്ങളുടെ മാതാപിതാക്കൾ ചെയ്യുന്ന അത്രയ്ക്കൊന്നും ചിന്തിക്കാനുള്ള ഒരു ലെവൽ അവർ ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ നാട്ടുകാരെന്ത് പറയും, നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ മിനുസപ്പെട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ചിന്തയോട് കൂടിയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലാണ് പ്രശ്നങ്ങൾ. കാരണം നിങ്ങളുടെ ഒരു പുതിയ ജീവിതം തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് സിറ്റുവേഷൻസ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നീട് അച്ഛൻ, സഹോദരൻ, അങ്ങനെ ഫാമിലിയിലുള്ളവര്, മാതാപിതാക്കള്, അങ്ങനെയാണ് നടക്കുന്നത്. അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷെ ഇപ്പോഴും പല മാതാപിതാക്കളിലും മാറ്റങ്ങൾ വന്നിട്ടില്ല. കാരണം അവർ ഈ മുള്ളുകളെയാണ്, ചെസ്സിൽ എനർജിയാണ്, ഈ മുള്ളുകളെയാണ് കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്. അതിന്റെ ഒരു അനിവാര്യത ഇല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും അവർ ചിന്തിക്കുന്നത് നാട്ടുകാരെന്ത് പറയും എന്നുള്ളതാണ്. ഒരു ഭൂരിഭാഗം ആളുകളും ആ ലെവലിൽ തന്നെയാണ്, ഈ നാട്ടിലാണ് ജീവിക്കേണ്ടത് എന്നുള്ളൊരു ചിന്തയിൽ ചിലപ്പോൾ അവർ നിങ്ങളായിട്ട് സംസാരിക്കുന്നുണ്ടാവും. എന്തു തന്നെ ആയാലും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമാണ്. കാരണം ആ ഒരു ജീവിതം എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക. അൺഅവോയ്ഡബിൾ ആയിട്ട് നിങ്ങളുടെ പാരന്റ്സ് പറയുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ എല്ലാത്തിനും ഒരു പരിധിവരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടവരെ അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ വിളിച്ചിരുത്തി അറ്റ്ലീസ്റ്റ് അവരെ കൊണ്ട് വന്ന് സംസാരിക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ എനർജിയാണ്, മറ്റൊരാളുടെ എനർജി ആ വീട്ടിലേക്ക് കയറുമ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നതും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതുമായിട്ടുള്ള നെഗറ്റിവിറ്റീസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ ആരെ കയറ്റണം എന്ന് നമ്മൾ പണ്ട് പറയാറുള്ള ആളുകൾ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല. അപ്പോൾ അതിന്റെ ഇതിൽ ഒരു കാര്യമുണ്ട്. കാരണം അവരുടെ എനർജീസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ റോവൻ എനർജിയാണ്. റോവൻ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ നിങ്ങളുടെ പ്ലാനിങ്സ്, നിങ്ങളുടെ ആക്ഷൻസ്, ഇതൊക്കെ മറച്ചു വെക്കുക എന്നുള്ളത്. റോവൻ എന്ന് പറയുന്നത് നമ്മൾ വസ്ത്രം തയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, ഇപ്പോൾ കോട്ടനൊക്കെ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വൃക്ഷമാണ്. അതിന്റെ ഇലകളിൽ നിന്ന് ഉപയോഗിക്കുക. അത് വലിയ രീതിയിൽ ആളുകൾ ഉപയോഗിക്കുന്നില്ല. പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ അത് വലിയ രീതിയിലില്ല. പല വേറെ കാര്യങ്ങളും ഉണ്ട് വസ്ത്രങ്ങൾ സൃഷ്ടിക്കാൻ. എന്നിരുന്നാലും ഇവിടെ ഇത് സൂചിപ്പിക്കും നിങ്ങളുടെ പ്ലാൻസും നിങ്ങളുടെ ചിന്തകളും എല്ലാ കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്ത് കവർ ചെയ്ത് വെക്കുക. എങ്ങനെയാണ് നമ്മൾ ശരീരം വസ്ത്രം കൊണ്ട് കവർ ചെയ്യുന്നത്, അതുപോലെ കവർ ചെയ്ത് വെക്കുക. കാരണം അത് എല്ലാവരും അറിയേണ്ട കാര്യമില്ല, എല്ലാവരോടും പറയുകയും ചെയ്യരുത്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് നിങ്ങൾ നെഗറ്റീവ് എനർജീസ് റിപ്പൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്ത റിപ്പൽ തന്നെയാണ്, കോഹോഷാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ അനാവശ്യ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ ഇത് കേട്ടിട്ട് അനാവശ്യ കാര്യങ്ങളൊക്കെ പറയും, അത് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ വേണ്ടാത്ത ചിന്തകൾ വരും. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളും മറ്റുള്ളവരോട് പറയാതിരിക്കുക എന്നുള്ളതാണ്. അത് കവർ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു.